ഹലോ ഓൾ, വെൽക്കം ടു റോട്ടോ ടോക്സ്. അപ്പോൾ ഇന്ന് ഡിസംബർ 25 ക്രിസ്മസ് ദിവസത്തിൽ മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ ഡയറക്ടറായിട്ട് ഡെബ്യൂട്ട് ചെയ്യുന്ന ബറോസ് ദ ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് ആ സിനിമ റിലീസായിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 3-4 വർഷങ്ങൾക്ക് മുമ്പ് അനൗൺസ് ചെയ്ത സമയത്ത് മോഹൻലാലിനെ പോലത്തെ നടൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ഇത്രയും വലിയൊരു താരം, ഇത്രയും വലിയൊരു നടൻ സംവിധായകൻ കുപ്പായമണിയുന്നു, ആ ഒരു ഇതിൽ തന്നെ അത്യാവശ്യം നല്ല ഹൈപ്പ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നല്ല ഹൈപ്പ് വന്നൊരു സിനിമയായിരുന്നു ബറോസ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് വന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളും, ഒപ്പം മോഹൻലാലിൻ്റെ തന്നെ മറ്റ് ചിത്രങ്ങൾ പരാജയപ്പെടുന്നതൊക്കെ കൂടി പിന്നീട് ഒട്ടും പ്രതീക്ഷയില്ലാത്തൊരു ചിത്രങ്ങളുടെ കൂട്ടത്തിലേക്ക് മാറിപ്പോയ ഒരു സിനിമയാണ് ബറോസ്. അങ്ങനെ അവസാനം ഒരു വലിയ ഹൈപ്പില്ലാതെ തന്നെയാണ് ആ സിനിമയ്ക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്ന ഒരു ഹൈപ്പിൻ്റെ ഒട്ടും ഒരു 10% പോലും ഇല്ലാതെയാണ് അതിന്ന് റിലീസായിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, സിനിമ സ്റ്റാർട്ട് ചെയ്ത് അതിലുണ്ടായിരുന്ന കുറേ പേര്, ഇപ്പോൾ പൃഥ്വിരാജ് ആ സിനിമയുടെ ഒരു ഭാഗമായിരുന്നു, അല്ലെങ്കിൽ ജിജോ പൊന്നൂസ് ആ സിനിമയുടെ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ ഇവരൊക്കെ പിന്നീട് ആ സിനിമയിൽ നിന്ന് വിട്ടുപോവുകയും പകരം മറ്റാളുകളൊക്കെ വന്ന, അങ്ങനെയാണ് അവസാനം ആ സിനിമ തീർന്നത്. അപ്പോൾ കോവിഡിൻ്റെ ഇഷ്യൂ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനം ഇന്ന് ആ സിനിമ റിലീസായിരിക്കുകയാണ്. അപ്പോൾ ബറോസ് എന്ന ടൈറ്റിൽ ക്യാരക്ടറിലും ഒപ്പം തന്നെ സംവിധായകൻ്റെ വേഷത്തിലും മോഹൻലാലാണ് എത്തിയിരിക്കുന്നത്. ജിജോ പൊന്നൂസിൻ്റെ തന്നെ ഒരു കൃതിയുടെ അല്ലെങ്കിൽ ഒരു സൃഷ്ടിയുടെ ഒരു ഭാഗം, അല്ലെങ്കിൽ അതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടാണ് ഈ സിനിമയുടെ തിരക്കഥ കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കല്ലാവൂർ രവികുമാറാണ് ഇതിൻ്റെ ഡയലോഗ്സും കാര്യങ്ങളും എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ അജിത് കുമാർ എഡിറ്റർ, സന്തോഷ് ശിവൻ തെറ്റാൻ പാടില്ല, അജിത് കുമാർ എഡിറ്ററും സന്തോഷ് ശിവൻ സിനിമാറ്റോഗ്രാഫറായിട്ടും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട് സന്തോഷ് രാമനും ഉണ്ട്. പിന്നെ നമുക്കറിയാം, ഇതിൻ്റെ അനൗൺസ്മെന്റ് വന്നപ്പോൾ തന്നെ ഇതിൽ ശ്രദ്ധ വന്ന മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ, സംഗീതം കൈകാര്യം ചെയ്യുന്നത്. ഒരു 14 വയസ്സുള്ള ഒരു പയ്യനായിരുന്നു ആ സമയത്ത് ഇതിൻ്റെ സംഗീതം സംവിധാനം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ലിഡിയൻ നാദസ്വരം എന്ന് പറയുന്ന ഒരു പയ്യനാണ്. അപ്പോൾ സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് 14 വയസ്സായിരുന്നു. ഇപ്പോൾ ഒരു 10-20 വയസ്സായി കാണും. അപ്പോൾ പിന്നെ മാർക്ക് ഇല്ലി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ മ്യൂസിക് ഡയറക്ടർ, അല്ലെങ്കിൽ അപ്പോൾ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അദ്ദേഹം ഹാൻസ് സിമ്മറിനെയൊക്കെ സമീപിച്ചു ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാൻ. അദ്ദേഹത്തിന് സമയമില്ലാത്തതുകൊണ്ടാണ് വേറെ ആൾക്കാർ വന്നതെന്നൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസ് ഈ സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ മോഹൻലാൽ ഈ അടുത്തൊരു പ്രസ് കോൺഫറൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്ക് ഇല്ലി എന്ന് പറയുന്നൊരു അമേരിക്കൻ സംഗീതജ്ഞനാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത്യാവശ്യം നന്നായിരുന്നു. പാട്ടുകളുടെ കേസ് പറയുകയാണെങ്കിൽ ആ ഒരു ഇസബെല്ല എന്ന് പറയുന്ന ഒരു മോഹൻലാൽ ആലപിച്ചൊരു ഗാനം, അത് അത്യാവശ്യം തിരക്കുള്ളൊരു ഗാനമായിരുന്നു. ബാക്കി പാട്ടുകളൊക്കെ അത്യാവശ്യം താഴെ നിൽക്കുന്ന പാട്ടുകൾ തന്നെയായിരുന്നു. അപ്പോൾ ബറോസ്, അതായത് മോഹൻലാലാണ് ടൈറ്റിൽ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. അപ്പോൾ മോഹൻലാൽ ഇതിലൊരു ഭൂതമായിട്ട്, അതായത് നിധി കേൾക്കുന്ന ഭൂതമായിട്ടാണ് ഈ സിനിമയിൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ 60s, അതായത് 1600-കളിലാണ് സിനിമ കാണിക്കുന്നത്. ഗോവയിലെ 1600-കളിൽ ഒരു നിധി കാക്കുന്ന, മറ്റേ നിധി മോഷ്ടിക്കാൻ വരുന്ന ആളുകൾ നിധി കാക്കുന്ന ഒരു ഭൂതമായിട്ട് മോഹൻലാൽ, അങ്ങനെയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് സിനിമ പ്രസന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ സിനിമ പിന്നീട് അങ്ങോട്ട് ഈ പ്രസന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഭയങ്കര സ്ലോ ആയിട്ട്, അതായത് പ്രത്യേകിച്ച് ഹാപ്പനിങ്സും കാര്യങ്ങളൊന്നും ഇല്ല സിനിമയിൽ. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ ഇന്റർവെല്ലോട്ട് എത്തിക്കുക എന്നുള്ളൊരു സംഭവം, അതായത് പ്രസന്റ് പോർഷനിലാണ് ഈ ആ കുട്ടിയുടെ ക്യാരക്ടർ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്യാരക്ടറാണ്. അതായത് മോഹൻലാലും ആ ഒരു കുട്ടി, അതാണ് മെയിനായിട്ട് ഈ സിനിമയിൽ വരുന്ന ക്യാരക്ടേഴ്സ്. പിന്നീട് മുഴുവൻ ഫോറിൻ ആക്ടേഴ്സാണ്. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഫോറിൻ ആക്ടേഴ്സാണ്. പിന്നെ ഒരു അനാവശ്യ കാസ്റ്റിംഗ് എന്ന പോലെ ആന്റണി പെരുമ്പാവൂർ വരുന്നുണ്ട്, അതുപോലെ ഗുരു സോമസുന്ദരം വരുന്നുണ്ട്. അപ്പോൾ ഭയങ്കര പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇത്രയും ആളുകളാണ്. അതിൽ കുറേയൊക്കെ ഫോറിൻ ആക്ടേഴ്സുമാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ആക്ടേഴ്സ് ആരും ഈ സിനിമയിൽ അങ്ങനെ പ്രൊമിനന്റ് റോളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മോഹൻലാലും മായാറാവ് വെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കുട്ടി, ഇവർ രണ്ടുപേരാണ് സിനിമയുടെ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ ഈ പ്രസന്റ് പോർഷനിലോട്ട് വരുമ്പോൾ ഈ സ്റ്റാർട്ടിങ് ഈ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പ്രസന്റ് പോർഷനിലോട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിനിമ ഭയങ്കര ഡ്രാഗിങ് ആണ്. അതായത് പ്രത്യേകിച്ച് ഹാപ്പൻസോ കാര്യങ്ങളോ ഒന്നുമില്ല സ്ക്രിപ്റ്റിൽ. അതായത് ഒരു ത്രെഡ്, അതായത് വളരെ മികച്ചൊരു ത്രെഡ് തന്നെയായിരുന്നു. അതായത് ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ നമ്മളധികം കണ്ട് ശീലിക്കാത്ത, അല്ലെങ്കിൽ മലയാള സിനിമയിൽ തൊട്ട് നമ്മൾ കണ്ട് ശീലിക്കാത്ത ഒരു ഫാന്റസി എലമെന്റ്സ് ഒരുപാടുള്ള ആ ഒരു ത്രെഡ്, പക്ഷെ പ്രത്യേകിച്ച് സ്ക്രിപ്റ്റിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ, പ്രത്യേകിച്ച് ഹാപ്പനിങ്സോ കാര്യങ്ങളോ ഇല്ലാതെ വെറുതെ ഇങ്ങനെ വലിച്ചു നീട്ടുക. അതായത് ഇന്റർവെല്ലോട്ടൊക്കെ എങ്ങനെയോ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഹാഫിൽ. അപ്പോൾ ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര മടുപ്പായിരുന്നു സത്യം പറഞ്ഞു. പിന്നെ ആ സന്തോഷ് ശിവൻ്റെ ക്യാമറ, അത് അത്യാവശ്യം നന്നായിരുന്നു. അതായത് അത്യാവശ്യം നല്ല വിഷ്വൽസും കാര്യങ്ങളായിരുന്നു. പിന്നെ ഇതിൽ 3D, അത് പറയാതിരിക്കാൻ പറ്റില്ല. 3D VFX പരിപാടികളും അതിൻ്റെ വിഷ്വൽ എഫക്ട്സും കാര്യങ്ങളും CGI ഒക്കെ അത്യാവശ്യം നല്ലത് തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. അപ്പോൾ ആ ഒരു രീതിക്ക് കണ്ടിരിക്കാന്നല്ലാതെ പ്രത്യേകിച്ച് സ്ക്രിപ്റ്റിലോ അല്ലെങ്കിൽ കഥയിലോ ഒന്നും
വലിയ ഹാപ്പനിങ്സോ കാര്യങ്ങളും ഇല്ല, എൻഗേജിങ് അല്ല, ഒട്ടും എൻഗേജിങ് അല്ലാത്ത രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. അപ്പോൾ ഇൻ്റർവെല്ലോട്ട് എങ്ങനെയും എത്തിക്കുന്ന രീതിയിലാണ്, ഭയങ്കര വലിച്ചു കിട്ടി ഭയങ്കര മടുപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് ഫസ്റ്റ് ഹാഫ് എത്തിച്ചേരുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ് കുറച്ചെങ്കിലും ചെറുതായിട്ടെങ്കിലും കുറച്ച് 1-2 നല്ല മൊമെന്റ്സ് സിനിമയിലോട്ട് വരുന്നത്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, അതായത് ഇവർ മാർക്കറ്റ് ചെയ്ത് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണ്. അതായത് ഇതിന്റെ 3D എഫക്ട്സ്, ഇതിന്റെ വിഷ്വൽ ആയിട്ടുള്ള എഫക്ട്സ് കാര്യങ്ങൾ, CG ഇതിനൊക്കെ പറ്റിയിട്ടായിരുന്നു. അപ്പൊ അത് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എനിക്കും സെക്കൻഡ് ഹാഫിലൊരു സീക്വൻസ് ഉണ്ട്, ഒരു മറ്റേ പുഴയുടെ മുകളിലൂടെ നടക്കുന്ന ഒരു രംഗമുണ്ട്. അത് മാത്രമാണ് കുറച്ച് മോശമായിട്ട് തോന്നിയത്. അതിനോടനുബന്ധിച്ച് വരുന്നൊരു പാട്ടുമുണ്ട്, ഒരു അനിമേഷൻ പോലത്തെ ഒരു പാട്ട്. അത് എന്തിനായിരുന്നു തോന്നിപ്പോയി, ഒരു മഞ്ചാടിയിലും മറ്റേ കളിക്കുടുക്കയിലൊക്കെ കാണിക്കുന്ന പോലത്തെ ഒരു പാട്ടായിപ്പോയി. അതൊന്നും വേണ്ടായിരുന്നു തോന്നിപ്പോയി. പിന്നീട് അങ്ങോട്ട് സിനിമ ഫസ്റ്റ് ഹാഫിൽ നിന്ന് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല, എന്നാൽ ഫസ്റ്റ് ഹാഫിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു അല്പം മെച്ചമാണ് എന്ന രീതിയിലാണ് പിന്നീട് അങ്ങോട്ട് പോകുന്നത്. ഈ സിനിമയിൽ മൊത്തത്തിൽ 2 ഫൈറ്റ് ആണുള്ളത്, സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും. ഇത് രണ്ടും ബിലോ ആവറേജ് ശോകം ഫൈറ്റ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല 2 ഫൈറ്റ്. പിന്നെ പാട്ടുകളായാലും ഒരു മറ്റേ ഇസബല്ല എന്ന് പറയുന്നൊരു ഗാനം നമ്മൾ നേരത്തെ പറഞ്ഞു, അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാട്ടായിരുന്നു. പിന്നീട് അങ്ങനെ വലിയ നല്ല പാട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. BGM അത്യാവശ്യം നന്നായിരുന്നു. മറ്റേ ഈ ഒരു പോർച്ചുഗീസ് സെറ്റപ്പിലൊക്കെ ആ ഒരു ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ലതായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ലതായിരുന്നു. പിന്നെ അത് ഒഴിച്ചത് കഴിഞ്ഞാൽ ടോട്ടലി ഈ സിനിമ എടുക്കുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഇതിലൊന്നുമില്ല. കാരണം ഇതിന്റെ 3D എഫക്ട്സും കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ഇതിനും മികച്ച 3D എഫക്ട്സും കാര്യങ്ങളൊക്കെ പല സിനിമയിലും കാണുന്നതാണ്. അപ്പോൾ ഒരു 3Dക്ക് വേണ്ടിയിട്ട് ഈ സിനിമ കാണുക എന്നുള്ളത് പോലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കഥാപരമായിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമ ഒരു എൻഗേജിങ് ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമല്ല, ഭയങ്കര രീതിയിൽ ഘടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് പടം പോകുന്നത്. അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂര്, ഗുരു സോമസുന്ദർ, ഇവർക്ക് ചെറിയ ചെറിയ റോളുകളാണ്. പിന്നെയുള്ളതൊക്കെ ഫോറിൻ ആക്ടേഴ്സ് ആണ്, അതായത് പുറത്തുനിന്നുള്ള ആക്ടേഴ്സ് ആണ്. അപ്പോൾ ഇവർക്കൊക്കെ ഡബ് ചെയ്തേക്കുന്നത് നമ്മുടെ ആർട്ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡബിങ് ഭയങ്കര ശോകം, അതായത് ലിപ് മൂവ്മെന്റ് ഒരു വഴിക്കും ഡബിങ് വേറെ വഴിക്കും. പ്രത്യേകിച്ച് ആ കുട്ടിയുടെയൊക്കെ പ്രസന്റ് പോർഷനിലെ ആ കുട്ടിയുടെയൊക്കെ പല സീൻസിലും, മലയാളം ഡയലോഗ്സിനൊക്കെ സീൻസിലും ലിപ് മൂവ്മെന്റ് ഒരു വഴിക്കും ഡബിങ് വേറെ വഴിക്കൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ്. അപ്പോൾ ടോട്ടലി നമ്മൾ എടുത്ത് നോക്കുമ്പോൾ പ്രത്യേകിച്ച് മികച്ച ത്രെഡ് തന്നെയായിരുന്നു, അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു മികച്ച ത്രെഡ് തന്നെയായിരുന്നു. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്ത രീതി, അത് ഇവിടുത്തെ ഓഡിയൻസിനെ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. കാരണം ഓഡിയൻസിനെ നല്ല രീതിയിൽ മടുപ്പിക്കുന്ന രീതി തന്നെയായിരുന്നു നോർമൽ ഓഡിയൻസിന്. ഇപ്പൊ കിഡ്സിനും ഫാമിലിക്കും ഇത് എങ്ങനെ ഇഷ്ടപ്പെടുക, അവരിത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നപ്പോൾ ഒരു മോഹൻലാൽ എന്ന് പറയുന്ന ആളാണ്, അദ്ദേഹത്തിന് ഇത്രയും വർഷത്തെ ഒരു അനുഭവ സമ്പത്തും കാര്യങ്ങളും വെച്ചിട്ട് സ്ക്രിപ്റ്റ് കുറച്ചുകൂടി നന്നാക്കാരെന്ന് തോന്നിപ്പോയി. ആസ് എ ഡയറക്ടർ അദ്ദേഹം മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്, അതായത് വിഷ്വൽ എഫക്ട്സ് ആയാലും കാര്യങ്ങളിലൊക്കെ മാക്സിമം രീതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ടോട്ടാലിറ്റിയിൽ വരുമ്പോൾ ഈ സിനിമയിലേക്ക് എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ബെറ്റർ സ്ക്രീൻ പ്ലേയും കാര്യങ്ങളുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയാനാണ്. പിന്നെ ഇത് കാസ്റ്റിംഗ് എസ്പെഷ്യലി എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. കാരണം ഓരോ റോളിനും ആപ്റ്റായ ആളുകളെ തന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു റോളിന് ആപ്റ്റായ ആളുകൾ, എസ്പെഷ്യലി ഒരു വിച്ചിന്റെ ഒരു മന്ത്രവാദിയുടെ ക്യാരക്ടറൊക്കെ ഉണ്ട്, അതിന്റെ ഒരു കാസ്റ്റിംഗ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നാടക ഡയലോഗുകളും ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഡയലോഗുകളും ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടുള്ള സീൻസും, പിന്നെ ഫ്ലാഷ് ബാക്കിലോട്ടൊക്കെ വരുമ്പോൾ അത്തരത്തിലുള്ളൊരു സ്റ്റേജ് നാടകം കണക്കെ പല സീനുകളും മാറിപ്പോകുന്നതൊക്കെ ഈ സിനിമയുടെ ടോട്ടാലിറ്റിയിൽ വരുമ്പോൾ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടർ, അദ്ദേഹത്തിന്റെ വളരെ കേക്കൊക്കെ ആയിട്ട് ചെയ്യാവുന്ന റോളായിരുന്നു അത്. അപ്പൊ അത് അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആയിരുന്നു ആ ഒരു കുട്ടിയുടെ ക്യാരക്ടർ. അതിലൊക്കെ പല ഇമോഷണൽ സീൻസിലൊക്കെ അത്യാവശ്യം കറക്റ്റായിട്ട് ആ ഒരു ഇമോഷൻസ് നമുക്ക് ഓഡിയൻസിലോട്ട് എത്തിക്കാൻ പറ്റിയിട്ടില്ല അത് ഡെലിവറി ചെയ്യുന്ന കാര്യത്തിൽ. പിന്നെ അങ്ങനെ ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് ടോട്ടലി പടം എനിക്ക് പേഴ്സണലി ഈ പടത്തിൽ നിന്ന് കിട്ടിയത്. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി. പക്ഷെ എന്നിട്ട് പോലും മോഹൻലാൽ ആസ് എ ഡയറക്ടറിന്റെ രീതിയിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും വിചാരിച്ചു. പക്ഷെ നമുക്ക് ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സിനിമ. പിന്നെ ഇതിന്റെ ട്രെയിലറിലൊരു ക്യാമിയോ അപ്പിയറൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഒരു ക്യാമിയോ അപ്പിയറൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ടോട്ടലി നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് നടന്മാര്, ആമീർ ഖാൻ ആയിക്കോട്ടെ, ചിമ്പു, ധനുഷ്, അതുപോലെ കമലഹാസൻ, മലയാളത്തിൽ നിന്ന് പൃഥ്വിരാജ്, അതുപോലെ ഉപേന്ദ്ര, ഇവരൊക്കെ അവരുടെ കരിയറിൽ ഒരുപാട് സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഏകദേശം ഇപ്പോൾ കൊമേഴ്ഷ്യലി അല്ലെങ്കിൽ ക്രിട്ടിക്കലി ഒക്കെ ഓരോ രീതിയിലും ഈ സിനിമകളൊക്കെ അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. മോഹൻലാലിനെ പോലത്തെ ഒരു നടൻ ഒരു ഡയറക്ടറായിട്ട് വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്നെങ്കിൽ കൊമേഴ്ഷ്യൽ സക്സസ് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ അക്ലെയിം, ഇതിൽ ഏതെങ്കിലും ഒന്ന് എക്സ്പെക്ട് ചെയ്തതാണ്. അപ്പോൾ ഒരു നോർമൽ സിനിമയിൽ നിന്ന് ഉപരിയായിട്ട് അദ്ദേഹം ഇത്രയും ഒരു ഇന്റർനാഷണൽ ത്രെഡും കാര്യങ്ങളും ചെയ്യാൻ തന്നെ കാരണം ക്രിട്ടിക്കലി അല്ലെങ്കിൽ ഒരു
പുറത്തോട്ടൊക്കെ ആ സിനിമ കുറച്ചുകൂടി റീച്ചും കാര്യങ്ങളും കിട്ടണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കും ഈ ഒരു പ്ലോട്ടും കാര്യങ്ങളും തന്റെ സിനിമയാക്കാമെന്ന് അദ്ദേഹം അതൊരു റിസ്ക് എടുത്തത്. പക്ഷെ അത് എത്രത്തോളം വർക്കായി എന്നുള്ളത് ഒരു ചോദ്യമാണ്. എന്തായാലും നോർമലി ഇപ്പൊ അദ്ദേഹത്തിന്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് കിഡ്സും ഫാമിലീസും ആയിരുന്നു. അപ്പൊ അവർ ഈ സിനിമയെ ഏറ്റെടുക്കില്ല എന്നൊക്കെ നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ ടോട്ടലി ഒരു ബിലോ ആവറേജ്, അത്രയും സാറ്റിസ്ഫൈ അല്ലാത്ത രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് ഫറോസ് എന്ന് കിട്ടിയത്. ഇപ്പൊ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കരിയറിൽ ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഭയങ്കര മോശം വർഷങ്ങളായിരുന്നു സിനിമാപരമായിട്ട്. അപ്പോൾ 2023 അവസാനം നേരെന്ന് പറയുന്ന ഒരു സിനിമയാണ് അദ്ദേഹത്തിന് നല്ലൊരു സക്സസ് ഇപ്പൊ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. എനിക്കൊന്നും 2024 ഏറ്റവും എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയായിരുന്നു മലൈക്കോട്ട വാലിബൻ. അദ്ദേഹത്തിന്റെ ഒരു സേഫ് സോണിൽ നിന്ന് മാറി ഒരു അദ്ദേഹത്തിന്റെ ഒരു സോണിലല്ലാത്തൊരു ഡയറക്ടർ ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരു ഡയറക്ടർ ഡേറ്റ് കൊടുക്കുന്നു. അപ്പൊ എല്ലാവരും എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്തതാണ്. പക്ഷെ മലൈക്കോട്ട വാലിബൻ ഒരു ബോക്സ് ഓഫീസ് ദുരന്തമായിട്ട് മാറി. പിന്നീട് അങ്ങോട്ട് വന്നൊരു സിനിമയാണ് ഇപ്പൊ ബറോസും ഇപ്പൊ ഒരുപാട് ആളുകളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ല ബറോസ് എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ഒരു കരിയറിൽ ഒരു മോശം കാലഘട്ടം തന്നെയായിരുന്നു, നമുക്കറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മികച്ച വിജയങ്ങളോ കാര്യങ്ങളൊന്നും ഈ കാലയളവിൽ ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു 2025 നമുക്കറിയാം എമ്പുരാൻ വരുന്നുണ്ട്, തുടരും വരുന്നുണ്ട്, അതുപോലെ ജിത്തുമാധവൻ മോഹൻലാൽ സിനിമ വരുന്നുണ്ട്, സത്യനന്ദിക്കാട് സിനിമ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷങ്ങളിൽ എത്രത്തോളം അദ്ദേഹത്തിന് അഥവാ താഴെ പോയ എത്രത്തോളം അദ്ദേഹത്തിന് വിമർശനങ്ങൾ കിട്ടിയോ അതിന്റെ ഒരു 10 ഇരട്ടിയിൽ തന്നെ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ അടുത്ത വർഷങ്ങളിൽ പറ്റുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പൊ എന്തായാലും മോഹൻലാലിന്റെ സിനിമകളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മോഹൻലാലിനെ നടനെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ താരത്തിനെ നമ്മൾ തിയേറ്ററിൽ പോയിട്ടൊക്കെ ഒരുപാട് കണ്ട് ശീലിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡയറക്ടറിൽ എന്താണുള്ളത് എന്നൊക്കെ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് തിയേറ്ററിൽ പോയി കാണാം. അതൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ്. എന്തായാലും ഒരു മോശം സിനിമയോ കാര്യങ്ങളൊന്നും അല്ല. ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ മികച്ച സിനിമ അനുഭവം തന്നെ ആയേനെ പറവസ്. അപ്പൊ എന്തായാലും എല്ലാവരും കാണുക, അഭിപ്രായം പറയുക, അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക.